റമദാനൊക്കെ വരുമല്ലേ, നല്ല സോഫ്റ്റ് ഇടിയപ്പം 10 മിനിറ്റിൽ ഉണ്ടാക്കി എടുത്താലോ. നമ്മൾ ഈ ഒരു സേവനാഴിയിലൊക്കെ നമ്മൾ ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് ഇങ്ങനെ കറക്കുമ്പോൾ കൈ വേദന എടുക്കുമല്ലേ. അപ്പോൾ കൈ വേദന ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കൊരു 10 മിനിറ്റിൽ തന്നെ നല്ല സോഫ്റ്റ് പഞ്ഞ് പോലത്തെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് കാണിച്ചു കേട്ടോ. അപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്ന് ആരും പറയരുത് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട് നോക്കി എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെടും. പിന്നെ കൂടെ നല്ലൊരു പയറേറിയും കൂടെ ഉണ്ട് കേട്ടോ. നല്ലൊരു മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് ചോറിനും കൂടെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇടിയപ്പം 2 ഗ്ലാസ് അരിപ്പൊടിക്ക് ആയതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി എടുക്കുമ്പോൾ, വറുത്ത അരിപ്പൊടി എടുക്കുമ്പം അതിൻ്റെ ഡബിൾ ഇരട്ടിയിൽ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും അതുപോലെ ഒരു നുള്ള ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടിയിട്ട് വെള്ളത്തിലേക്ക് ഇടുക. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊട്ടി വരണം കേട്ടോ. ഇങ്ങനെ കോമള പോലെ വരണം. തിളപ്പിക്കാനായിട്ട് നിൽക്കരുത്. തിളച്ച് കഴിഞ്ഞുമ്പോൾ നമ്മൾ പൊടി ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പൊടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കല്ല് പോലെ പൊടിയായി പോവുകയും ചെയ്യും. നമ്മളിങ്ങനെ സേവനാഴിയിലിട്ട് കറക്കുമ്പോൾ നമുക്ക് കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പൊട്ടി വരുമ്പോൾ തന്നെ നിങ്ങൾ തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ 2 ഗ്ലാസ് പൊടി ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് കിള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ എടുക്കുന്നതെങ്കിൽ കൈ ഒട്ടും തന്നെ വേദനയ്ക്കത്തുമില്ല. നല്ല സോഫ്റ്റ് പഞ്ഞ് പോലത്തെ ഇടിയപ്പം കിട്ടുകയും ചെയ്യേ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഒരു പതുപ്പ് ആയിട്ടിരിക്കുന്ന കണ്ടോ. അപ്പം ചില അമ്മമാർ നമ്മളിങ്ങനെ പൊടി പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കിള്ളിയെടുക്കുന്ന ആളുകളുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ ഒരുപാട് പാത്രം നിരത്തേണ്ട വരില്ല. ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് ഫുൾ പണിയും തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്കത് ഇതുപോലെ ഉരുട്ടി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കയ്യിൽ പൊടി ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഇത്തിരി എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം മാത്രം ഒന്ന് ഇതുപോലെ ബോൾസാക്കി ഇടുക കേട്ടോ. ഇനി നമ്മുടെ നൂലപ്പത്തിന് നമുക്ക് തേങ്ങ ചിരണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടാനായിട്ട് ഇപ്പോൾ റമദാനൊക്കെ നോമ്പ് പിടിച്ചുകൊണ്ട് തേങ്ങ ചിരണ്ടലൊക്കെ ഭയങ്കര പാടായിട്ടുള്ള, തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന പാടായിട്ടുള്ള ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തേങ്ങ ചിരവലിൻ്റെ ആ ഒരു പണി തീരുകയും ചെയ്യും. തേങ്ങാപ്പാൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങാപ്പാൽ കിട്ടുകയും ചെയ്യേ. അപ്പോൾ ഇതുപോലെ 2 പാത്രത്തിൻ്റെ സൈഡിലും നമ്മൾ ഈ ഒരു നമ്മൾ ഇടിയപ്പം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അടുത്ത് തട്ടിയേറ്റ് ചെയ്യുമ്പം അടിയിൽ ഒന്ന് ഒട്ടിപ്പിടിച്ച് പിന്നെ പാത്രം ആകെ നാശമായിട്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്കുണ്ടല്ലോ 2 സൈഡിലും ഈ ഒരു തട്ടിൻ്റെ മുകൾ ഭാഗത്തും തട്ടിൻ്റെ അടിഭാഗത്തും എണ്ണ തുടച്ചു കൊടുക്കുക. അങ്ങനെ തുടച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അപ്പത്തിന് പ്രത്യേക ടേസ്റ്റും കിട്ടുകയും ചെയ്യും. നല്ലൊരു പാത്രത്തിൽ കൂടെ ഇങ്ങനെ പിടിച്ചിരിക്കാതിരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ഈ ഒരു തട്ടിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ തേങ്ങ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ ഇടിയപ്പം ഇങ്ങനെ ആവി കയറ്റുമ്പം താഴേന്ന് മുതലുള്ള ആ ഇടിയപ്പത്തിൻ്റെ തേങ്ങയുടെയൊക്കെ ആ ഒരു ആവി തട്ടിയിട്ട് ഇടിയപ്പം നല്ലൊരു ടേസ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഒട്ടും പാത്രത്തിൽ അങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാനില്ലേ ആ പൊടി എന്ത് സോഫ്റ്റാന്ന് നോക്കി കണ്ടില്ലേ. കറക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ പെട്ടെന്ന് ചാടി വരും. നമ്മൾ ഒരുപാട് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടി കറങ്ങിയിട്ട് വരത്തുമില്ല. നമുക്ക് കൈയിട്ട് വേദന എടുക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നൂലപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2 സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഫുള്ളൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കറക്കി ഇങ്ങനെ ആക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കുമ്പം നമുക്ക് ഏകദേശം തേങ്ങാപ്പാലിലൊക്കെ കൂടെ ഏലക്കൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറി ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിലൂടെ ഒത്തിരി നമ്മൾ ഏലക്കയും കൂടെ ഇട്ടിട്ട് ചെറിയൊരു ജീരകം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തേങ്ങ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു തേങ്ങാപ്പാലിന്. അപ്പോൾ അങ്ങനെ എടുക്കാം. ഇനി നിങ്ങൾക്കത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തേങ്ങാപ്പീര ഒന്ന് ജസ്റ്റ് ഒന്ന് കിള്ളിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ഒരൊറ്റ കുട്ടികൾ പറഞ്ഞു പോയേക്കരുത്. കാരണം ഇനിയിപ്പോൾ റമദാനിലൊക്കെ വല്ല വന്നെ. അപ്പം റമദാനിലെ ഉമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടും. 10 മിനിറ്റ് തന്നെ നമുക്ക് സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആവിയിലൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് കറിയുടെ പണി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളുള്ള കടലയും പയറൊക്കെയാണെങ്കിലും പെട്ടെന്ന് തലേന്നൊക്കെ രാത്രി വെള്ളത്തിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിനകത്തേക്ക് നിങ്ങൾ നല്ല ചൂട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറും കൊണ്ട് കടലയാണെങ്കിലും പയറാണെങ്കിലും പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കുക്കറിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കവിടെ പയർ ഞാനവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയുടെ പണി നോക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കടുകും അതുപോലെ വറ്റൽമുളകും അതുപോലെ സവാളയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം കേട്ടോ. 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ മസാല ഇറച്ചിക്കറിയുടെ ഒക്കെ ഫ്ലേവറിൽ തന്നെ നമ്മൾ പയറേറി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മീറ്റ് മസാലപ്പൊടി ഉണ്ടല്ലോ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പട്ട അതിൻ്റെ പൊടിയും കൂടി ഇത്തിരി ചേർക്കാം കേട്ടോ. ഇനി ഒരു ഹാഫ് തക്കാളി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ട്
നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചേക്കുന്ന നമ്മൾ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് കൊട്ടി ഇതുപോലെ ഒന്ന് തട്ടി ഒപ്പി വെച്ചിട്ട് നമുക്കുണ്ടല്ലോ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് ആ ഒരു മസാലയും ഇഞ്ചിയും, ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇഞ്ചി ഇടാൻ പറയാൻ മറന്നു, ഇതാണ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ തേങ്ങ അരച്ചതുണ്ടല്ലോ, തേങ്ങ അരച്ചത് ജസ്റ്റ് ഒന്ന് കൊട്ടുക. ഇതുപോലെ കുഞ്ഞിതായിട്ട് നമുക്കൊന്ന് തിള വന്ന് ഒരുപാടിട്ട് തിളപ്പിക്കുക കേട്ടോ, ഒരു മണോ ഫ്ലേവറൊക്കെ വെളിയിൽ പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞപ്പം നമുക്കത് ഇതുപോലെ നമ്മൾ ആ ഒരു മീറ്റ് മസാലപ്പൊടിയോ അതുപോലെ ഗരം മസാലപ്പൊടിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ മുകളിൽ തൂളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് താളിക്കാനായിട്ട് നിൽക്കണ്ട, കാരണം നമ്മൾ ആ ഒരു വറ്റൽമുളകൊക്കെ ഇട്ട് നമ്മൾ താളിച്ച് എടുത്തിട്ടാണല്ലോ പയർ കൊട്ടിയത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്ക് ഇതിനൊക്കെ താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളേ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം തന്നെയാണ്, പൊടി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് കൈ പൊള്ളിക്കാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഉമ്മമാരിലും കൂടെ ഷെയർ എത്തിക്കട്ടെ, കാരണം റമദാനൊക്കെ വരുന്നതുകൊണ്ടേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അറിയാത്ത കുട്ടികൾക്ക് അതൊരു ഉപകാരമാവും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സായിട്ട് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേരാം കേട്ടോ. ബൈ.